ഹലോ അസ്സാമലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ ലീവാണ്. നമുക്ക് സ്കൂള് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലീവാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൽമരമാണ്. നമ്മളെ ഭാഷയിൽ പാലാലം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതിനെ ഈ ഒരു സ്ഥലത്തിന് ചാർബത്തി എന്നാണ് അറിയപ്പെടുന്നത്. ചാർബത്തി, ബത്തി എന്ന് പറയുമ്പോൾ വിളക്ക് എന്നാണ് ടായ് ഭാഷയിൽ, മഹൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെയും ഈ ഒരു സ്ഥലം ഒരു ഡെഡ് ലൈൻ ആയിരുന്നു. ഈ ഒരു സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഈ റോഡൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കടലിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ നാട് ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി ഈ 4 വശങ്ങളിലായിട്ടുള്ള തൂണിൻ്റെ മുകളിൽ 4 വിളക്കുകൾ ഉണ്ടായിരുന്നു. ആ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കും. അതുകൊണ്ടാണ് ഇതിന് ചാർബത്തി എന്ന പേര് വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വൃക്ഷം കൂടിയാണിത്. നമ്മളെ ഭാഷയിൽ ഇതിനെ പാലാലം എന്നാണ് പറയുന്നത്. ഞാനൊക്കെ പണ്ട് ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ വരാറുണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ ധാരാളം ആൾക്കാർ ഈ ഒരു സ്ഥലത്തിരിക്കുമായിരുന്നു. അങ്ങോട്ട് റോഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലമായിരുന്നു ഇതിൻ്റെ എൻഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു സമയത്തൊക്കെ ഇവിടെ ഈ കിഴക്ക് വശത്ത് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കാനും കളിക്കാനൊക്കെ കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ആരും ഇരിക്കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ സീറ്റുകളൊക്കെ, ഇതിൻ്റെ അകത്തുള്ള സീറ്റുകളൊക്കെ തന്നെ ആകെ വൃത്തികേടായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരും ഇരിക്കാറൊന്നുമില്ല. പിന്നെ രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട്, ഇതിൻ്റെ തൊട്ട് സൈഡ് വശത്തായിട്ട് ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. അവിടെ ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ ആരും അങ്ങനെ ഇരിക്കാറൊന്നുമില്ല ഇപ്പോൾ. പിന്നെ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു 2 വരി പാത ഇവിടെ വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിൽ വേറെ എവിടെയും ഇങ്ങനെ ഒരു റോഡ് സംവിധാനമില്ല. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഇതിൻ്റെ സൈഡുകളിലായിട്ട് ഈ കിഴക്ക് വശത്തായിട്ട് ധാരാളം ഇരിക്കാനുള്ള ബെഞ്ചുകളുണ്ട്. അപ്പോൾ അവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ധാരാളം കാക്കകളൊക്കെ ഉള്ള ഒരു ദ്വീപാണ്. എൻ്റെ നാട്ടിലാണെങ്കിൽ കാക്കയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബെഞ്ചിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഇരിക്കുന്ന ബെഞ്ചിൽ പോലും കാക്ക ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിടും. പിന്നെ ഇരിക്കുന്നതൊക്കെ കൊണ്ട് അവിടെ വൃത്തിയാക്കിയിടുന്നതാണ്. അപ്പോൾ ഈ ഒരു റോഡ് കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങാനും നമ്മളെ സമയമൊക്കെ ഇങ്ങനെ കളയാനൊക്കെ, നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാവരും ഈ ഒരു റോഡിൽ കൂടി ഇങ്ങനെ കറങ്ങാനൊക്കെ പോവും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഈ അടുത്ത നാളുകളിലായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ, നമ്മുടെ വാട്സപ്പുകളിലൊക്കെയും ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇവിടെ ഒന്ന് കാണണമെന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പണ്ട് കാലങ്ങളിലൊക്കെയും ബ്രിട്ടീഷിൻ്റെ ആധിപത്യത്തിലായിരുന്നു, ബ്രിട്ടീഷ് അധീനതയിലായിരുന്നല്ലോ ഈ മിനിക്കോയ് ദ്വീപൊക്കെ. അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കാണും. അതായത് ബ്രിട്ടീഷുകാർ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് പീഡനങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത്, പീഡിപ്പിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന എന്ന് പറയപ്പെടുന്ന ഒരു തുരങ്കം ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം നേടി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞല്ലോ, 77 സംവത്സരങ്ങൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തിലുള്ള ആ ഒരു ശേഷിപ്പുകളൊക്കെയും ഇപ്പോൾ അങ്ങനെയൊന്നും ആരും സംരക്ഷിക്കൂല. കാരണം ഇപ്പോൾ നമുക്കൊന്നും പേടിച്ചാർക്കും ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാണുന്നത് ഒരു തുരങ്കമായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് തുരങ്കങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പക്ഷേ ഞാനിത് മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇതാരും നോക്കാതിരുന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് മണ്ണും കല്ലും വേസ്റ്റും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ടേക്ക് ഉള്ളിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു 100 മീറ്ററോളം ഉള്ളിലേക്കുണ്ട് എന്നാണ് ഇവിടത്തുള്ള ആൾക്കാരോടും പിന്നെ എനിക്കറിയാവുന്നൊരു അധ്യാപകനോടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ ചെടിയൊക്കെ വളർന്നത് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാനോ അങ്ങോട്ട് പോകാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് ആൾക്കാർ മറഞ്ഞിരിക്കുന്ന, അതായത് സ്ത്രീകളെയൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർ ഒളിച്ചിരിക്കാൻ വേണ്ടി ഈ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പിലൊക്കെ വന്ന സംഭവം ഇതല്ല കേട്ടോ, അത് വേറൊരു സാധനമാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ മെയിനായിട്ട് പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഒരു ആടിനെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ആടിനെ വളർത്തുന്ന ആളും കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, വേറെ പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി, പക്ഷേ എന്നെക്കൊണ്ട് എന്തായാലും സാധിക്കുന്നില്ല. കാരണം നിറയെ കല്ലും വേസ്റ്റും ഒക്കെയാണ്. പിന്നെ ഈ ഒരു
ചെടി ഇതിൽ വളർന്നിങ്ങനെ മൂടി കിടക്കുന്നത് കൊണ്ട് അത് പറിച്ചറിയാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തുരങ്കം ഇവിടെ ഉണ്ട്. ഇതുപോലെയുള്ള വേറെയും തുരങ്കങ്ങളുണ്ട് എന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വേറെ ഉണ്ടാവും, ഇതുപോലെ ഏതെങ്കിലും ചെടിയുടെ അടിയിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഈ റോട്ടിൽ കൂടി, റോഡിൻ്റെ അരികിൽ തന്നെയാട്ടോ ഈ ഒരു സ്ഥലം. നമ്മുടെ ജെട്ടി എത്തുന്നതിന് മുന്നേ ആണ്, അതായത് ഈസ്റ്റേൺ ജെട്ടി എത്തുന്നതിന് തൊട്ട് മുന്നേ ആണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ ജെട്ടീൻ്റെ അങ്ങോട്ടുള്ള ആ റോട്ടിൽ കൂടി പോയാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായ ഒക്കെ കിട്ടുന്ന, വൈകുന്നേരങ്ങളിൽ 4:30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കടയാണ്. ഇത് രാത്രിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരായിരിക്കും. ഈ ഒരു കടയിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഫ്രഷായിട്ട് ഇവിടെ നിന്ന് പോവാം. ദിൽഖുഷി എന്നാണ് ഈ ഒരു കടയുടെ പേര്. നമ്മുടെ സൈബക്കുട്ടി ഇത്തിരി പിണക്കത്തിലാണ്. കാരണം അവൾക്ക് എന്തോ ജ്യൂസ് വേണം. ഇവിടെയാണെങ്കിൽ റോസ് മിൽക്ക്, പിസ്ത മിൽക്കാണുള്ളത്. അതൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചു. പിന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞതാണ്, ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാനിത് നമ്മുടെ ഈ വടക്ക് ഭാഗം നമ്മുടെ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഒന്നും പോകണ്ട. കോസ്റ്റ് ഗാർഡിൻ്റെ അവിടെ നിന്നും ഒരു 20 മിനിറ്റോളം അങ്ങോട്ട് പോയാൽ മതിയാവും. പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഉള്ളിൽ കൂടി നടന്നിട്ട്, ഒരു 5 മിനിറ്റോളം ഉള്ളിൽ കൂടി നടന്നിട്ട് നമ്മൾ വീണ്ടും ഈ പടിഞ്ഞാറ് വശത്തേക്ക് ഇറങ്ങി. പക്ഷെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു സമയത്ത് നല്ല കടലും ഉള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റില്ല, കാരണം വെള്ളമുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് എന്താണ് ഈ കല്ലിൽ കൂടി തന്നെ നടക്കേണ്ടതായിട്ട് വരും. കാലൊക്കെ നല്ലോണം വേദനിക്കുന്നുണ്ട്. ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു എന്നിപ്പോൾ വിചാരിക്കുന്നു. പക്ഷേ ഷൂ അല്ല ഇട്ടത്. എന്നാലും നമുക്കിപ്പോൾ ഇത് കാണണമല്ലോ, അതുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കാണാൻ പോകുന്ന സ്ഥലം ഞാൻ പറയാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വാട്സപ്പിൽ ഇത് കാണാൻ തുടങ്ങിയിട്ട്, വളരെ കുറച്ച് ദിവസം. അപ്പോൾ ഇത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു സമയത്ത് ആൾക്കാരിവിടെ ബ്രിട്ടീഷുകാർക്ക് മറഞ്ഞ് ഇരിക്കാൻ ഉപയോഗിച്ചതാണ് എന്നും പറയപ്പെടുന്നു. ചിലർ പറയുന്നത് ബ്രിട്ടീഷുകാർ കാണാതെ അവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലമാണെന്ന്. എന്താണ് സത്യമെന്നറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ അടുത്താണ് കണ്ടത്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഒരു 2-3 പേർക്ക് നുഴഞ്ഞിങ്ങനെ കയറി ഇരിക്കാനൊക്കെ പറ്റും. എന്നെപ്പോലെ ചെറിയ കുട്ടികൾക്ക്, സൈബയുടെയൊക്കെ എത്ര കുട്ടികൾക്ക് നേരെ അങ്ങ് കയറാം. നമ്മളെപ്പോലെയുള്ള വലിയ ആൾക്കാർക്ക് നുഴഞ്ഞ് വേണം അങ്ങോട്ട് കയറിയാൻ. നമുക്ക് നേരെ അങ്ങനെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, കുറച്ച് കുനിഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ സംഭവം എന്തായാലും പഴയതാണ്. ഇതിലെന്തെങ്കിലും ചരിത്രമുണ്ടാവും. ഈ പറയപ്പെടുന്നതായിരിക്കും സത്യം, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളും ഇവിടെ ധാരാളം ഉണ്ട് എന്നാണ്. പക്ഷേ ഇതാണിപ്പോൾ ആകെ കണ്ടത്. ഇത് ഏതോ കടലിലേക്ക് മീൻ പിടിക്കാൻ വന്ന ആൾക്കാർക്ക് കണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അറിഞ്ഞത് കേട്ടപ്പോഴൊക്കെ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഒരു സാഹസിക യാത്ര പോലെയാണ്, ചെറിയ രീതിയിലുള്ളൊരു സാഹസികത കേട്ടോ. കാലൊക്കെ ഏകദേശം ഒന്ന് കല്ലൊക്കെ കൊണ്ടിട്ട് അങ്ങനെ കൂറലൊക്കെ വരും. അത്ര വലിയ സാഹസികതേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴൊക്കെ എല്ലാം നമ്മൾ ഫോട്ടോ എടുക്കലാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. സൈബയ്ക്ക് എന്തായാലും അവിടെ കൂടി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ വാപ്പ അവളെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് അവിടെ എടുത്തുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. തിരിച്ച് വന്നപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു വന്നു. അത്ര അധികം ഒന്നും ടയേർഡൊന്നും ആവില്ല നമ്മൾ, കാരണം വളരെ കുറച്ചാണ് നമുക്ക് നടക്കേണ്ടി വരുന്നത് ഈ ഒരു സ്ഥലത്തേക്ക്. അറ്റം വരെ പോകുന്ന അത്രയും റിസ്ക് ഒന്നും ഇല്ല. തിരിച്ചു വന്നിട്ട് നമ്മൾ രാത്രി ഒന്ന് ഇവിടുത്തെ ടൂറിസ്റ്റ് ഹട്ടിലേക്ക്, 20 ബെഡ് ടൂറിസ്റ്റ് റിസോർട്ടിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഞാൻ ഇതുവരെയായിട്ടും പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളെയും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാത്രി ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്കൂളൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ല. ഫസ്റ്റ് ടേമിലെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്കാണ്. അപ്പോൾ പിന്നെ ജന്മാഷ്ടമിയുടെ ആ ഒരു ലീവ്, അങ്ങനെയൊക്കെ ഒരു സൺഡേ വന്നിട്ടുണ്ടായിരുന്നു ഇടയിൽ. ആ ഒരു സമയമായതുകൊണ്ട് ഇവിടെ റിസോർട്ടിലൊക്കെ മുഴുവനായിട്ടും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പുറത്തൊന്നും ആരെയും നമ്മൾ കണ്ടിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ ആൾക്കാരെ കാണും. കടലിൽ കുളിക്കുന്നവർ, പിന്നെ പിക്നിക്കിന് വന്നവർ, ഈ റിസോർട്ടിൽ താമസിക്കാൻ വന്നവർ, ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ പുറത്തുനിന്ന് വന്നവരൊന്നുമല്ല. പിന്നെ നമ്മളെപ്പോലെ വേറെ ദ്വീപിൽ നിന്ന് വന്ന ആൾക്കാരും ഒരു എൻജോയ്മെൻറ്റിനൊക്കെ വരുന്നതാണ്. ഞാനിതുവരെയായിട്ടും ഇവിടെ ഒന്ന് വന്ന് സ്റ്റേ ചെയ്തിട്ടില്ല. സത്യം പറയല്ലോ, എനിക്ക് ഈ പിക്നിക്കിന് വരുന്നത് തീരെ ഇഷ്ടമില്ല. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല, എന്താണെന്നറിയില്ല.
ഞാൻ രാത്രി ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല രസമാണ്, നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ മഴക്കോളും വരുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ അവിടെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ ഈ ചായയൊക്കെ കുടിക്കുന്ന സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. ആ കടയൊക്കെ ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലാണ് അവിടെ ഉണ്ടാവുക. പിന്നെ നമ്മൾ പോയത് ഒരുപാട് താമസിച്ചൊരു സമയത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്കൊന്ന് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും. കാരണം ഈ പരിസരത്തെങ്ങും ആരെയും കാണുന്നില്ല. റോട്ടിൽ കുറച്ച് വാഹനങ്ങൾ അപ്പുറത്തോട്ട് പോയാൽ റോട്ടിൽ കുറച്ച് വാഹനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിസോർട്ടിൻ്റെ അകത്ത് ഒരാളുടെ അനക്കം പോലും ഇല്ല. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഹൗസ് ഞാനൊന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ, അതിൻ്റെ നൈറ്റ് വ്യൂ നമ്മൾ കണ്ടു. നല്ല രസമാണ് കാണാൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തുള്ള ഈ ലൈറ്റ് അല്ലേ അപ്പുറത്തോട്ട് പോകുമ്പോൾ റോട്ടിൽ കൂടി നമ്മൾ തിരിച്ചു വരുന്ന ആ ഒരു സ്ഥലത്തില്ലായിരുന്നു, കൂരിട്ടായിരുന്നു. അവിടെ ഒരു പൊട്ട് പോലെ കാണുന്നില്ലേ, അതാണ് ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ആക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നല്ലൊരു ദിനം ആശംസിക്കുന്നു.